everyone, welcome to A for Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹോട്ട് ആൻഡ് കൂൾ മീഡിയ ആണ്. മാർഷൽ മക്ലൂഹൻ്റെ തിയറിയാണ് ഹോട്ട് ആൻഡ് കൂൾ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസെപ്റ്റ് പഠിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നതാണ്. നമുക്കതിൻ്റെ ആൻസറും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മാർഷൽ മക്ലൂഹൻ ടെലിഫോൺ ഇസ് എ ഡാഷ് മീഡിയം എന്നുള്ളതാണ്. അപ്പോൾ മാർഷൽ മക്ലൂഹനെ സംബന്ധിച്ചിടത്തോളം ടെലിഫോൺ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മീഡിയം ആണ് വരുന്നത്? കൂൾ മീഡിയം ആണോ, ഹോട്ട് മീഡിയം ആണോ, നോൺ പ്രോഫിറ്റ് ഓർ നോൺ പ്ലെബിയൻ മീഡിയം? ഇത്രയുമാണ് നമുക്ക് ഓപ്ഷൻസ് വരുന്നത്. നിങ്ങളത് ആൻസർ ചെയ്ത് നോക്കുക. ടെലിഫോൺ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മീഡിയം ആണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മക്ലൂഹൻ ഹോട്ട് മീഡിയ ആർ. അപ്പോൾ മക്ലൂഹനെ സംബന്ധിച്ചിടത്തോളം ഈ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഹോട്ട് മീഡിയ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കുക. റേഡിയോ, ദൂരദർശൻ, ഫിലിം, ഫോട്ടോഗ്രാഫ് ആൻഡ് കാർട്ടൂൺ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, കറക്റ്റ് കോഡ് ഏതാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഹോട്ട് മീഡിയ ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് പഠിക്കാം. കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും വീണ്ടും നോക്കാം. ഈ ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ എന്താണ് ഹോട്ട് മീഡിയ, എന്താണ് കൂൾ മീഡിയ എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ മാർഷൽ മക്ലൂഹനെ കുറിച്ച് നോക്കാം. അപ്പോൾ മാർഷൽ മക്ലൂഹൻ എന്ന് പറയുന്നത് കനേഡിയൻ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ടൊറോണ്ടോ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ ടൊറോണ്ടോ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ടുകൾ നമ്മൾ ജേർണലിസത്തിൽ പഠിക്കുന്നുണ്ട്. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ, ചിക്കാഗോ സ്കൂൾ, ടൊറോണ്ടോ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൽ ടൊറോണ്ടോ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന തിയറിസ്റ്റ് ആണ് മാർഷൽ മക്ലൂഹൻ എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ഈ ഒരു ടൊറോണ്ടോ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിലെ തോട്ട് എന്ന് പറയുന്നത്? അപ്പോൾ അവർ വിശ്വസിച്ചിരുന്ന കാര്യമെന്ന് പറയുന്നത് ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ is far more important than the message എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് മക്ലൂഹൻ്റെ മീഡിയം ഈസ് എ മെസ്സേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്താണ് മീഡിയം ഈസ് എ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ദ മീഡിയം ഇറ്റ് സെൽഫ് ഈസ് എ മെസ്സേജ് എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അത് തന്നെയാണ് ടൊറോണ്ടോ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റുകളും വിശ്വസിച്ചിരുന്നത്. അപ്പം എന്താണ് ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മീഡിയം ഇല്ലാണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ മീഡിയ ടെക്നോളജി ഫ്രം ദ വെരി ബിഗിനിങ് ഇൻഡിവിജ്വൽസിനും സോഷ്യൽ സ്ട്രക്ചറിലും കൾച്ചറിലും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ടൊറോണ്ടോ സ്കൂൾ എന്ന് പറയുന്നത്. സോ ആ ഒരു സ്കൂളിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ ആണ് മാർഷൽ മക്ലൂഹൻ എന്ന് പറയുന്നത്. ആൻഡ് വാസ് ഓൾസോ എ ടെക്നോളജിക്കൽ ഡിറ്റർമിനിസ്റ്റ്. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ആ സ്കൂൾ ഓഫ് തോട്ടിൽ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് ടെക്നോളജിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. സോ ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ദ ടെക്നോളജി കോസസ് ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, തോട്ട് ആൻഡ് കൾച്ചർ. അപ്പം ടെക്നോളജിയാണ് നമ്മളുടെ ഓവറോൾ സോഷ്യൽ സ്ട്രക്ചർ പ്രോസസ്സിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ടെക്നോളജിക്കൽ ഡിറ്റർമിനിസ്റ്റ് ആയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഹിസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഇസ് ദാറ്റ് ദ ഗ്ലോബൽ വില്ലേജ് അല്ലേ? എന്താണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്? നമുക്ക് തന്നെ അറിയാം അല്ലേ? ന്യൂ ടെക്നോളജീൻ്റെ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് വേൾഡ് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാർഷൽ മക്ലൂഹൻ ഗ്ലോബൽ വില്ലേജ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മക്ലൂഹനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കനേഡിയൻ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ടൊറോണ്ടോ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു സ്കോളറാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ എന്താണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, മീഡിയം ഇസ് ദ മെസ്സേജ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ദെൻ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് എന്തെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് മീഡിയ ദ എക്സ്റ്റൻഷൻ ഓഫ് മാൻ. 1964 അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു വർക്കാണ്. അത് കൂടാണ്ട് ഗുട്ടൻബർഗ് ഗാലക്സി പോലുള്ള വർക്ക്സും ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ വരുന്നതാണ്. സോ ഇത്രയാണ് മാർഷൽ മക്ലൂഹനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ ഹോട്ട് മീഡിയ കൂൾ മീഡിയ കൺസെപ്റ്റാണ്. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോട്ട് മീഡിയ ആൻഡ് കൂൾ മീഡിയ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുള്ളത്? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇറ്റ് റെഫർ ടു ദ ഡിഗ്രി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ യൂസർ, റീഡർ ആൻഡ് ഇൻ്റർപ്രിറ്റർ ഓഫ് ദ മീഡിയം എന്നാണ് പറയുന്നത്. നമ്മളൊരു മീഡിയം യൂസ് ചെയ്യുന്ന സമയത്ത് ആ മീഡിയം അതുപോലെ തന്നെ അതിൻ്റെ യൂസർ
ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ടിവിറ്റി അതിൻ്റെ ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ്, അതിൻ്റെ ഒരു ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോട്ട് മീഡിയ, കൂൾ മീഡിയ എന്ന് മക്ലൂഹൻ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഹോട്ട് മീഡിയ എന്ന് പറയുന്നത്? വൺ ദാറ്റ് എക്സ്റ്റെൻസ് ഓൺ സിംഗിൾ സെൻസ് ഓൺ ഹൈ ഡെഫിനിഷൻ എന്നുള്ളതാണ് പറയുന്നത്. സോ ഹൈ ഡെഫിനിഷൻ എന്താണെന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദ മീഡിയം വിൽ ബി ഹൈലി ഇൻഫോർമേറ്റീവ് ബൈ ഇറ്റ് സെൽഫ് എന്നുള്ളത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഫിലിം കാണുകയാണെങ്കിൽ ഞാനും ഫിലിമും തമ്മിലുള്ള ആ ഒരു ഡിഗ്രി ഓഫ് ഇൻട്രാക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം രണ്ട് കൈൻഡ് ഓഫ് മീഡിയ, ഹോട്ട് മീഡിയ, കൂൾ മീഡിയ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഹോട്ട് മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് ഇൻ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. അപ്പം അവിടെ ഓഡിയൻസിന് എന്താണ്, അല്ലെങ്കിൽ ആ വ്യൂവർക്ക് എന്താണ്, കൂടുതൽ പാർട്ടിസിപ്പേഷൻ വേണ്ട ആവശ്യമില്ല. എന്താണ്? മീഡിയം ഇറ്റ് സെൽഫ് കമ്മ്യൂണിക്കേറ്റ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി എന്നുള്ളതാണ് ഹോട്ട് മീഡിയ ഉദ്ദേശിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഹോട്ട് മീഡിയ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിലിംസ്, പ്രിൻ്റ് മീഡിയ, റേഡിയോ, ഫോട്ടോഗ്രാഫ്സ്, ഇതൊക്കെയാണ് ഹോട്ട് മീഡിയയിൽ വരുന്നത്. നമുക്ക് തന്നെ അറിയാമല്ലേ, നമ്മൾ ഒരു ഫിലിം കാണുന്ന സമയത്ത് നമുക്ക് വേറൊരാൾ അതിൻ്റെ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്ത് തരേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ അതിൽ ഹൈലി ഇൻവോൾവ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. സോ ഹോട്ട് മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മീഡിയ ആണ് ഇതിൽ വരുന്നത്? ഫിലിംസ് ഉണ്ട്, പ്രിൻ്റ് മീഡിയ ഉണ്ട്, റേഡിയോ ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് ഉണ്ട്. ദെൻ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് യൂസേഴ്സ് ഹാവ് ടു ഇൻട്രാക്ട് ലെസ് വിത്ത് ദ മീഡിയം എന്നുള്ളതാണ്. അപ്പം യൂസർക്ക് എന്താണ്, കൂടുതലൊരു ഇൻവോൾവ്മെൻറ്റ് ആ ഒരു മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു മീഡിയം യൂസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഹോട്ട് മീഡിയ ദ യൂസേഴ്സ് ഡു നോട്ട് ഡിറൈവ് ദെയർ ഓൺ മീനിങ് ഫ്രം ഇറ്റ് എന്നുള്ളതാണ്. സോ എന്താണ്, യൂസേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് അവരുടേതായിട്ടുള്ള മീനിങ് ഡിറൈവ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഹോട്ട് മീഡിയൻ്റെ കേസിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു ഫോട്ടോഗ്രാഫ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫിലിം കാണുന്ന സമയത്ത് നമ്മളതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് നമ്മൾ തന്നെ എന്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീനിങ് ഗ്രാസ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ഹോട്ട് മീഡിയയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, കൂൾ മീഡിയ. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂൾ മീഡിയ വരുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ടെലിവിഷൻ, കാർട്ടൂൺസ്, കോമിക്സ്, സ്പീച്ച്, ഇതൊക്കെയാണ് കൂൾ മീഡിയയിൽ വരുന്നത്. അപ്പോൾ കൂൾ മീഡിയ എന്ന് പറയുന്നത് എന്താണ്? വെൻ ഇൻട്രാക്ടിങ് വിത്ത് ദീസ് ടൈപ്സ് ഓഫ് മീഡിയ ഓഡിയൻസസ് പ്ലേ എ മോർ ആക്റ്റീവ് റോൾ. അപ്പോൾ ഹോട്ട് മീഡിയേൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂൾ മീഡിയ വരുന്നത്. ഇവിടെ എന്താണ്, ഈ പറഞ്ഞ ടെലിവിഷൻ, കാർട്ടൂൺ, കോമിക്സ്, സ്പീച്ചൊക്കെ വരുന്ന സമയത്ത് ഓഡിയൻസ് അതിൽ കൂടുതലായിട്ടും ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഫിലിം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോട്ട് മീഡിയ ആയിട്ടാണ് പറയുന്നത്, ബട്ട് ടെലിവിഷൻ എന്ന് പറയുന്നത് കൂൾ മീഡിയ ആയിട്ടാണ് പറയുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? അപ്പം മക്ലൂഹൻ തന്നെ ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ടെലിവിഷൻ കാണുന്ന സമയത്ത് മേ ബി നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളായിട്ട് വില്ലിംഗ്ലി നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ അവിടെ എന്താണ് ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കേസിലാണ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ടെലിവിഷന് കൂൾ മീഡിയം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ടെലിവിഷൻ, കാർട്ടൂൺസ്, കോമിക്സ്, സ്പീച്ച് പോലുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ കൂൾ മീഡിയ ആയിട്ടാണ് പറയുന്നത്. അവിടെ എന്താണ് ഓഡിയൻസിന് ആ ഒരു മീനിങ് ഇൻ്റർപ്രറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടെ നോക്കാം, ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു മാർഷൽ മക്ലൂഹൻ ടെലിഫോൺ ഇസ് എ ഡാഷ് മീഡിയം എന്നുള്ളതാണ്. നമ്മൾ ഈ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറയാം എന്താണ് ഹോട്ട് മീഡിയ എന്ന് പറയുന്നത്, എന്താണ് കൂൾ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടെലിവിഷൻ എന്ന് പറയുന്നത് ടെലിഫോൺ എന്ന് പറയുന്നത് ഒരു ഹോട്ട് മീഡിയം ആണോ കൂൾ മീഡിയം ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൂൾ മീഡിയം എന്നുള്ളതാണ്. ടെലിഫോൺ കൂൾ മീഡിയത്തിലാണ് വരുന്നത്. സോ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള ആ മീനിങ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ മനസ്സിലായത് ആ രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സോ ടെലിവിഷൻ എന്ന് പറയുന്നത് ടെലിഫോൺ എന്ന് പറയുന്നത് കൂൾ മീഡിയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു മക്ലൂഹൻ ഹോട്ട് മീഡിയ ആർ, ഏതൊക്കെയാണ് ഹോട്ട് മീഡിയ വരുന്നത്? റേഡിയോ, ദൂരദർശൻ, ഫിലിം, ഫോട്ടോഗ്രാഫ്, കാർട്ടൂൺ. അപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ദൂരദർശൻ എന്ന് പറയുന്നത് ടെലിവിഷൻ എന്നുള്ള കേസിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, ഹോട്ട് മീഡിയ അല്ല വരുന്നത്, കൂൾ മീഡിയം ആണ് ദൂരദർശൻ അല്ലെങ്കിൽ ടെലിവിഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്?
എയും സിയും ഡിയുമാണ്. ACD എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? റേഡിയോ ഉണ്ട്, ഫിലിം ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്. ഇത്രയുമാണ് എന്തിൻ്റെ അകത്ത് വരുന്നത്? നമ്മളുടെ ഹോട്ട് മീഡിയ ആയിട്ട് വരുന്നത്. സോ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.